ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനി ഓരോരുത്തർ ഇടുന്ന പോസ്റ്റിൻ്റെ ചുട്ടിലും നമ്മൾ കമൻറ്റ് ഇടുമ്പോൾ സൂക്ഷിച്ചോളൂ. 8ൻ്റെ പണി പുറകെ വരുന്നുണ്ട്. അങ്ങനെ പണി കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒരു കഥയാണ് ഇന്ന് ഇവിടെ കാണിക്കുന്നത്. ഇൻസ്റ്റഗ്രാമിൽ വീഡിയോയും കമന്റും ഒക്കെ ഇട്ടതിന് ജീവിതത്തിൽ ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറിയ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ഇത്. നിങ്ങൾ മറ്റുള്ളവരുടെ പോസ്റ്റിന്റെ അണ്ടറിൽ കമന്റ് ഇടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് കാണണം കേട്ടോ. ഈ വീഡിയോ കണ്ട കുറച്ച് പേർക്കെങ്കിലും സംഭവം അറിയായിരിക്കും. ഞാൻ ഷോർട്ടായിട്ട് അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പറയാം കേട്ടോ. ഞാൻ ഒരു മാസം മുന്നേ കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മെയ് 8-ാം തീയതി ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ താഴെ ഒരാള് വളരെ മോശമായിട്ട് കമന്റ് ചെയ്തു. കമന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, തെറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ ബേസിസിൽ ആലുവ സൈബർ പോലീസിൽ ഞാനൊരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തു. അതിന്റെ അന്വേഷണം നടന്നു വരികയായിരുന്നു. ഈ ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അന്വേഷണം ഒന്നും ഉണ്ടാവില്ല, കേസൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കും. കാരണം ആ സമയത്ത് അയാളുടെ അക്കൗണ്ട് ഒക്കെ അടിച്ചു പോയിട്ടുണ്ടായിരുന്നു. ബട്ട് ഞാൻ 1-2 വട്ടം സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഫോളോ അപ്പിന് വേണ്ടിയിട്ട്. അപ്രതീക്ഷിതമായിട്ട് എന്നെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് നേരിട്ട് എത്തണമെന്ന് പറയുകയുണ്ടായി. അവിടെ ഞാൻ ചെന്നപ്പോൾ കണ്ടത് ഭയങ്കര വെൽ ഡ്രസ്ഡ് ആയിട്ട് വളരെ പൊളൈറ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരു മനുഷ്യനെയാണ്. അവസാനം അയാൾ തെറി വിളിച്ച എല്ലാ ആൾക്കാർക്കും മാപ്പ് പറഞ്ഞുകൊണ്ട് എനിക്കും മാപ്പ് പറഞ്ഞു. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ കാലില് വീണ്ടും മാപ്പ് പറയാം എന്നൊക്കെ ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിവേ ആള് മാപ്പും പറഞ്ഞു, ഇനി അത് റിപ്പീറ്റ് ചെയ്യില്ല എന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, ഇതൊക്കെ ഒരു സോറിയിൽ തീരുന്നതാണോ? ഈ തെറിവിളി കിട്ടിയവരുടെ മാനസികാവസ്ഥയെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിനകത്ത് എനിക്ക് എടുത്തു പറയേണ്ട ഒരു പേരുണ്ട്. എറണാകുളംകാരിയായ അരുന്ധതി എന്ന് പറയുന്ന ഒരു കുട്ടി. ആ കുട്ടീന്റെ പാരന്റ്സ് വളരെ ചെറുപ്പത്തിൽ തന്നെ നഷ്ടപ്പെട്ടു പോയതാണ്. മരിച്ചുപോയ എന്റെ പാരന്റ്സിനെ പറ്റിയിട്ടൊക്കെ ഇയാൾ എഴുതി വെച്ചത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മനുഷ്യനായിട്ടുള്ള ഒരാൾ ഒരു വട്ടേ ആ കമന്റ് വായിക്കുള്ളൂ. ഇന്ന് മനസ്സിലാക്കിയ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, കേരള പോലീസ് ഫയർ ആണെന്നുള്ളതും. 2, മാന്യന്മാരായിട്ട് സമൂഹത്തിൽ വാഴുന്ന പല ആൾക്കാരും ആട്ടും തോലിട്ട ചെന്നായ്ക്കളാണെന്നുള്ളതും. ബേസിക് സിവിക് സെൻസ് പോലും ഇല്ലാതെ ആരോട് എന്ത് പറയണമെന്നറിയാത്ത കുറെ ആൾക്കാർ ഇപ്പോഴും സമൂഹത്തിലുണ്ട്. ഇയാളെ പോലെ സോഷ്യൽ മീഡിയയിൽ ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി വന്നിട്ട് എന്തും വിളിച്ചു പറയാം, അല്ലെങ്കിൽ എന്തും കമന്റ് ഇടാം, എന്നെ ആരും പിടിക്കില്ല എന്നുള്ളൊരു ധാരണയിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇതൊരു പാഠമായിരിക്കണം. അപ്പോൾ വൺസ് അഗെയിൻ ബിഗ് താങ്ക്സ് ടു കേരള പോലീസ്. അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ ആ വീഡിയോ, അവർ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, നന്നായിട്ട് നമുക്ക് വിന വരുത്തി വെക്കരുതേ.